ഡിബേറ്റ് വിത്ത് മാധു സജി. മുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നാലെ അതിവേഗം ബഹുദൂരത്തിലാണ് കോൺഗ്രസ്. മന്ത്രിസഭാ ചർച്ചകൾക്ക് മുന്നിലുണ്ടായിരുന്നത് 2 പകൽ മാത്രം. ഇന്ന് നിയുക്ത മുഖ്യമന്ത്രിക്ക് കൂട്ടച്ചർച്ചാ ദിനം. മന്ത്രിപ്പേരുകൾ പുറത്തായതോടെ പരിഭവത്തിലേക്ക് പിൻവാങ്ങിയ ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച. തലസ്ഥാനത്ത് വിമാനമിറങ്ങിയ KCയുമായി 15 മണിക്കൂറിന് ശേഷം കൂടിക്കാഴ്ച. VDS മടങ്ങിയതിന് പിന്നാലെ KC-RC അപ്രതീക്ഷിത കൂടിക്കാഴ്ച. ഈ നിമിഷം വരെയും വഴങ്ങിയിട്ടില്ല ചെന്നിത്തല. ഒന്നിച്ചൊന്ന് 15 മിനിറ്റ് ഇരുന്നാൽ തീരുന്ന വീട്ടുപിണക്കമേ ഉള്ളൂ എന്ന പുറമോടിക്കപ്പുറം അധികാര തർക്കത്തിൽ അവസാന നിമിഷവും ബലാബലം തന്നെയാണു നേതാക്കൾ. ഒപ്പമുള്ളവരില്ല എങ്കിൽ താനുമില്ല എന്ന് രമേശ് ചെന്നിത്തലയും. 8ന്റെ പട്ടികയുമായി KCയും പിന്നോട്ടില്ലാതെ നിലയുറപ്പിച്ചാൽ ടീം VDയിൽ ഒറ്റയ്ക്കാണ് VD. CM റേസിൽ പിന്തള്ളപ്പെട്ടവർ വകുപ്പിലും എണ്ണത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെങ്കിൽ ചോദ്യം ഇതാണ്: പങ്കുവെക്കുന്നതെങ്ങനെ? നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ V. വസീഫ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ ശ്രീ N. ശ്രീകുമാർ എന്നിവർ. ശ്രീ വസന്ത് സിറിയക്, 15 മിനിറ്റ് ഒന്നിച്ചൊന്ന് ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇന്ന് നിങ്ങളുടെ നേതാക്കളൊക്കെ പറഞ്ഞത്. ഇന്നലെ ഒരു 40 മിനിറ്റ് രമേശ് ചെന്നിത്തലയുമായി, ഇന്നൊരു 45 മിനിറ്റ് നീണ്ട ചർച്ച KCയുടെ വീട്ടിൽ. അതിനുശേഷം KC-RC ചർച്ചയും ഏറെക്കുറെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പ്രശ്ന പരിഹാരമായോ സമവായമായോ തീരുമാനമായോ? അല്ല മാധു, നോക്കൂ, ഇത് സമവായത്തിൻ്റെയും ജനാധിപത്യ സംസ്ഥാനങ്ങളുടെയും വേദിയാണ്. UDF എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. ആരെയാ തീരുമാനിച്ചത്? എന്നെ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അത് നടപ്പാവില്ല. ഇവിടെ കുറേ സമവായങ്ങൾ ആവശ്യമായി വരും, ചർച്ചകൾ ആവശ്യമായി വരും. അത് മുഖ്യമന്ത്രി തലത്തിലേക്കും നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട 3 നേതാക്കൾ അവരുടെ ക്ലെയിം മുമ്പോട്ട് വെക്കുന്നു. അവരെ സ്നേഹിക്കുന്നവർ അത് ആവശ്യപ്പെടുന്നു. അത് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു, പാർട്ടി ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്ത് ഒടുക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിനെയാണ് നമ്മൾ സമവായം എന്ന് വിളിക്കുന്നത്. അത് മന്ത്രിസഭ ചർച്ചയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും. തിങ്കളാഴ്ച വരെ സമയമുണ്ടല്ലോ. തിങ്കളാഴ്ച ആണല്ലോ ആരൊക്കെയാണ് മന്ത്രിമാർ എന്ന് നിങ്ങളോടടക്കം പറയേണ്ടതും സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് ചെല്ലേണ്ടതും. അതുവരെയുള്ള ചർച്ചകൾ, അവസാന നിമിഷ ചർച്ചകൾ വരെ കോൺഗ്രസിലും UDF-ലും എല്ലാ കാലത്തും ഉണ്ട്. അത് ഈ തവണയും ഉണ്ടാകും. വ്യത്യസ്ത ഫാക്ടറുകൾ ചർച്ച ചെയ്യും, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കഴിഞ്ഞ 10 ദിവസം ആവോളം കണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന മന്ത്രിസഭാ ചർച്ചയുണ്ടാകുന്നു. ആ സമയത്ത് അങ്ങ് പറയുന്നത് പോലെ ഒന്നിച്ചിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങയുടെ നേതാക്കൾ പറഞ്ഞതുപോലെ ഒന്നിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ശ്രീ രമേശ് ചെന്നിത്തലയോട് തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മിണ്ടുന്നില്ല. രണ്ടാമത് തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ തൃപ്തനാണെന്നോ പറയാമെന്നോ ഒന്നുമല്ല, അദ്ദേഹം ഒരു ചിരിയോടുകൂടി തിരിഞ്ഞു നടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വീട്ടിൽ വന്നു കണ്ടിട്ട്, നിയുക്ത മുഖ്യമന്ത്രി വീട്ടിൽ വന്നു കണ്ടിട്ട് തീരാത്ത പ്രശ്നത്തെയാണ് നിങ്ങൾ ഈ ലഘൂകരിച്ചു കാണുന്നത്. അല്ല, അതെങ്ങനെ തീർന്നില്ലെന്നെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ രമേശ് ചെന്നിത്തല പോലും, ഇപ്പോൾ മാധു തന്നെ പറഞ്ഞു, രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞാൽ തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിയാത്ത നേതാവാണോ ചെന്നിത്തല? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പരിണിത പ്രജ്ഞതയുള്ള നേതാവാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 20ാമത്തെ വയസ്സ് മുതൽ കേരള രാഷ്ട്രീയത്തിൽ വിവിധ വകുപ്പുകളും വിവിധ ചുമതലകളും വഹിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലെയിമുകൾ മുമ്പോട്ട് വെക്കാം, ഒരു സംശയം വേണ്ട. അതിനൊക്കെ ഈ പാർട്ടി സ്പേസ് ഉണ്ടെന്നേ. അത് മുമ്പോട്ട് വെക്കുന്നത് പരിഗണിക്കുന്നത് കൊണ്ടാണല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും നിയുക്ത മുഖ്യമന്ത്രിയും അടക്കം അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹവുമായി സംവദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അവിടേക്ക് ഇന്നോവ പറഞ്ഞു വിടുക, ആ പണിയൊന്നും ഈ പാർട്ടിയിൽ അത് നടപ്പിലാകുകയുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ഡെമോക്രസിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റിറക്കലുകളുണ്ട്, അതിൻ്റെ നഷ്ടങ്ങൾ. ഒരുപക്ഷെ അങ്ങ് നേരത്തെ ഒരു ഈ പരിഹാസ രൂപേണ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നഷ്ടങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടതായി വന്നേക്കാം. അതിൻ്റെ കൂടുതൽ ഏറ്റിറക്കങ്ങളുടെ നഷ്ടങ്ങൾ പാർട്ടിയിൽ നിന്ന് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അത് സഹിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച്, ശ്രീ രമേശ് ചെന്നിത്തല മുമ്പോട്ട് ചില ക്ലെയിമുകൾ വെച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് അത് ക്ലെയിം വെക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. മറ്റ് നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലെയിം KC മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു പട്ടിക ഇപ്പുറത്തെ ചേരിയിൽ നിന്നുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 8 നേതാക്കളുടെ പട്ടിക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 12 പേരാണ് കോൺഗ്രസിന്റെ, മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിന്റേതായി വരേണ്ടത്. അതിൽ 11 പേരുടെ പട്ടികയുമായി രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമുള്ളവരും KC വേണുഗോപാലിന് താല്പര്യമുള്ളവരുമുണ്ട്. പിന്നെ മുഖ്യമന്ത്രി അല്ല, എൻ്റെ മാധു, മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കും ഒരു ഡീമെറിറ്റ്സും പറയാനില്ലാത്ത 3 നേതാക്കളുണ്ടായിരുന്നു. 3 നേതാക്കളല്ല, 1 ഡസൻ നേതാക്കളുണ്ട് ഈ പാർട്ടിക്കകത്ത്, MLA-മാരായവർ അല്ലാത്തവർ ഒക്കെ. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് അതിലേറെ നേതാക്കളെ പരിഗണിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനല്ല, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയുടേതായ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മന്ത്രിമാരാണ് വരാൻ പോകുന്നത്. അവിടേക്ക് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 11 പേരുടെയോ 20 പേരുടെ പേരൊക്കെ മുമ്പോട്ട് വെക്കാം. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട്. ശ്രീ KC വേണുഗോപാലിന് വെക്കാം, ശ്രീ VD സതീശന് വെക്കാം. ഇനി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം ഇന്ന ആൾ ഇന്ന വകുപ്പിൽ മന്ത്രിയായി വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട കേട്ടോ. അത്തരത്തിലുള്ള പരിപാടിയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ല. ശരി, അങ്ങനെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സംവിധാനങ്ങളെയൊക്കെ ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന ആൾ KPCC അധ്യക്ഷനാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടിക ഉണ്ടാകുമെന്നാണ്. ആ പട്ടികയുണ്ടോ? എന്താണ്? ഞാൻ കേട്ടില്ല. അല്ല, ഈ സംവിധാനം ഇങ്ങനെയാണ് എന്ന രീതികളും തിരിച്ചറിയുന്നത് KPCC അധ്യക്ഷനാണല്ലോ, പ്രാഥമികമായും ആത്യന്തികമായും. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മന്ത്രിമാരുടെ പട്ടിക തയ്യാറാകും എന്നാണ്. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല ഇന്ന് തന്നെ അത് പുറത്തു വരേണ്ടതുണ്ട് എന്ന്. ആ നിലയ്ക്കുള്ള ഈ പറയുന്ന ഒറ്റ തീരുമാനം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ വളരെ ലഘുവായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നിടത്താണ് ഞാനത് ചോദിക്കുന്നത് കേട്ടോ. ലഘുവാണ് എന്ന് ഞാനും പറഞ്ഞില്ല മാധു. ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ ക്ലെയിം, അതായത് സീനിയർ നേതാക്കൾക്ക് അവർ താല്പര്യപ്പെടുന്നവർ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്ന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇദ്ദേഹം മിടുക്കനാണ്, ഇദ്ദേഹത്തിൻ്റെ മെറിറ്റ്സ് ഇതാണ് എന്ന് പാർട്ടിയുടെ മുമ്പിലേക്ക് വെക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിൻ്റെ ടൈറ്റ്നസ് നോക്കി തിട്ടപ്പെടുത്താൻ തൽക്കാലം ഞാൻ ആരാ ചേട്ടാ എന്ന് ചോദിക്കേണ്ടി വരും. അതിന് ഞാൻ യോഗ്യനല്ല. പക്ഷേ അതിൻ്റെ എല്ലാം ഒടുക്കം ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ തന്നെ ഏറിയതിലെ ഇന്നവർ ഉറപ്പിച്ചു, ഇവരൊക്കെ സാധ്യതാ പട്ടികയിൽ എത്തി. അപ്പോൾ ചെറിയൊരു കൺസെൻസസ്, ഏതാണ്ട് ഒരു 80% സമവായം ആ കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത്. അത് കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഈ പാർട്ടിക്ക് പറ്റും. അത് ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ V വസീഫ്, ഞാൻ അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതുപോലെ ഏകപക്ഷീയമായി ഞാൻ തന്നെ തീരുമാനിച്ചു എന്ന നിലയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല കോൺഗ്രസ് രാഷ്ട്രീയം എന്നാണ്. പക്ഷേ ഇപ്പോൾ ശരിയാണ്, ഒരു 10 ദിവസം മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയാണ്, കുറച്ച് അടികലശം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസ് ആ അധികാര തർക്കത്തിലേക്ക് അധികം കടക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുവോ? ഞങ്ങൾ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലൊന്നും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ ജനാധിപത്യ രീതിയിൽ അതൊക്കെ നോക്കിക്കാണുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ തീരുമാനിക്കട്ടെ. അവരടികൂടിയോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചോ KC വേണുഗോപാലിനെ വിരുദ്ധനായും RSSകാരനായിട്ടുമൊക്കെ ചിത്രീകരിച്ചോ, രമേശ് ചെന്നിത്തല കഴിവില്ലാത്തവനായിട്ട് ചിത്രീകരിച്ചോ, VD സതീശനെ ഏറ്റവും മികച്ച പണിയെടുത്തവനായി ഒക്കെ പ്രചരിപ്പിച്ചോ ഒക്കെ അവരാണ്, ഞങ്ങളല്ല. അവരുടെ നേതാക്കന്മാരാണ് റോട്ടിലിറങ്ങി ഫ്ലക്സ് ബോർഡ് വലിച്ചു കീറിയിട്ട് കാർക്കിച്ച് തുപ്പിയത്. ഈ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളുടെ പേര് ഫ്ലക്സ് കാർക്കിച്ച് തുപ്പുന്നതും കീറുന്നതും നിങ്ങളാ കണ്ടത്, നിങ്ങളാ കാണിച്ചത് ഈ കേരളത്തെ. നിങ്ങൾ മീൻസ് മാധ്യമങ്ങൾ കാണിച്ചു. ഞങ്ങളപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ UDF ഇതേ പ്രശ്നം ഞങ്ങളുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത് എങ്കിൽ എന്തായിരുന്നു ഇവരുടെയൊക്കെ ഒരു നിലപാട്? ഈ പറയുന്ന മാധ്യമങ്ങളുടേതും അതുപോലെ തന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ AIO ഒക്കെയുള്ള ഈ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു നിലപാട് എന്തായിരിക്കും? ഓരോരുത്തരും വന്ന് പത്രസമ്മേളനം നടത്തി ആവോളം പറഞ്ഞിട്ട് പോയില്ലേ? ഞങ്ങൾ ഈ ജനാധിപത്യത്തിലെ ജനവിധി UDFന് അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്, അവർ അവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ അത് പൂർത്തീകരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാത്തിരുന്നതാ. അവരുടെ ജനാധിപത്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ അവരെന്തോ എൻ്റെ
കോൺഗ്രസ് സുഹൃത്ത് ഇവിടെ പറയുന്നത് കേട്ടു, പിന്നെ ഇന്നോവ അയക്കില്ല എന്നൊക്കെ. അവർ ഒമ്നി വാനിൽ വന്നിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് മുണ്ട് പറിച്ചത് ഓർമ്മയില്ലേ? മുണ്ട് പറിച്ചടിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. തൃശ്ശൂരിൽ മധുവിനെയും ലാൽജിയെയും തമ്മിൽ തല്ലി കൊന്നത് കോൺഗ്രസ്സാണ്. മധു, ലാൽജി ഒക്കെ കൊല്ലപ്പെട്ടത് തൃശ്ശൂരിലാണ്. ഗ്രൂപ്പിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ മുരളീധരനെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നലെ കേട്ടതുപോലെ ഇല്ലേ? എത്ര വൃത്തികെട്ട ഭാഷയിലാണ് പറഞ്ഞിരുന്നത്, നമ്മൾ മറന്നുപോയോ? ഇതേ കെ മുരളീധരൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? വി ഡി സതീശൻ ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വന്ന് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ എടുത്ത് അലക്കാം. ഞങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ക്ഷമയോടെ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് ഇവർ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ കാത്തിരുന്നതാണ്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ അഭിപ്രായം പറയാൻ പോയിട്ടില്ല. അവർ വരട്ടെ. എന്നാൽ ഈ കേരള സമൂഹം ഈ കോൺഗ്രസിനെ വളരെ കൃത്യമായി, ഈ അധികാരം കിട്ടിയ കോൺഗ്രസിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ഞങ്ങൾ മാത്രം ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെ പറയാതിരുന്നത് കൊണ്ടോ ജനം മനസ്സിലാക്കാതിരിക്കില്ല. അവരുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് തന്നെ വളരെ പ്രയാസത്തോടു കൂടി പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ, നിങ്ങളുടെ തന്നെ ചർച്ചയിലാണെന്ന് തോന്നുന്നു, എന്താ കടുവക്ക് പനി പിടിച്ചു എന്നോ, ഭയങ്കരമായിരുന്നു, ഓർമ്മയില്ലേ? കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, മറ്റു വീടുകളിൽ പോകാൻ പറ്റുന്നില്ല, എന്തൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യാണ്. പിന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് തീർക്കാൻ പറ്റും. കാരണം എന്താ? ഇവരുടെ താല്പര്യവും ഇവരുടെ അടിയും എന്തിനാ? അധികാരത്തിന്. അത് പങ്കിട്ടെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ. അപ്പോൾ മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ലെങ്കിൽ 2 മന്ത്രി. നമ്മൾ ഈ ഒരു കോഴിക്ക് 2 കാട എന്നൊക്കെ പറയാലോ, ഒരു കാടയ്ക്ക് 2 കോഴിമുട്ട എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ 2 മന്ത്രി, മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ആഭ്യന്തരം, ഇന്ന വകുപ്പുകൾ, അതിൻ്റെ കൂടെ KPCC പ്രസിഡന്റിനെ ബോണസായിട്ട് കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് ഈ നാടിന് മുമ്പിൽ അപഹാസ്യരാകുന്നതാര കോൺഗ്രസ് ആണ്. ഞങ്ങൾ അവരുടെ ഈ കാര്യങ്ങളിലല്ല നോക്കുന്നത്. ഞങ്ങൾ ഈ ഭരണത്തിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഇവരുടെ ഇടപെടലുകളെ കുറിച്ച് കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതുപോലെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. ആരാ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുന്ന രീതിയിലല്ല എന്നാണ് ശ്രീ വസന്ത് പറഞ്ഞത്. അതെ, ഞാൻ അതോടി പറയാം മധു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷേപവും പുച്ഛിക്കലും ഒക്കെ തന്നെയാണ് ഇവരുടെ ഒരു രീതി. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണല്ലോ ഞാൻ. എനിക്ക് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാമല്ലോ. കാരണം ഈ തെറ്റിദ്ധാരണ നാട്ടിലാകെ പരത്തുന്ന ഇവരുടെ ചില നേതാക്കന്മാരൊക്കെ പോസ്റ്റ് ഇടുക പിണറായി വിജയനെക്കുറിച്ച്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയും എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതും ഞങ്ങൾക്കല്ലേ അറിയാവൂ. നിങ്ങൾക്കിനി അത്രയും വ്യക്തിപരമായി സൗഹൃദമുള്ള ആരോടെങ്കിലും ചോദിക്കുക, ഒരു എതിരഭിപ്രായം അതിനകത്ത് ഈ തീരുമാനത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്. വളരെ ജനാധിപത്യ രീതിയിൽ അവിടെ ഐക്യകണ്ഠേന ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ CPM തെരഞ്ഞെടുക്കുക. ഞങ്ങളുടേതായ രീതിയിൽ തെരഞ്ഞെടുക്കുന്നതിന് എന്തിനാണ് ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത്? ഇവിടെ ഈ CPMന്റെ ഒരു PB മെമ്പർ, മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, മുൻ മുഖ്യമന്ത്രി, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നയിച്ച സഖാവ് തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് എല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായി വെക്കണമെന്നുള്ള അഭിപ്രായമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം കാണുന്നത് വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഈ പറയുന്ന സംഘടനാ തീരുമാനമായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ഈ ഞാൻ വിചാരിക്കുന്നത് ഈ 2 ദിവസം കൊണ്ട് ഇത്രയധികം, ഞാൻ ഈ ചർച്ചയ്ക്ക് തീരുന്നതിന് മുമ്പ് ഏതാണ്ട് 7 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക വിവരങ്ങൾ. ഇത്രയധികം അത് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇപ്പോഴും രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ബാക്കിയുള്ളത്. അത് പരിഹരിക്കുക എളുപ്പമാണ് എന്നങ്ങ് വിചാരിക്കുന്നുവോ? നോക്കൂ ശ്രീമതി മാധു, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അതൃപ്തിയുണ്ട്, ഒരു പ്രതിഷേധമുണ്ട്. ഈ അതൃപ്തിയും പ്രതിഷേധവും ഈ രാഷ്ട്രീയത്തിൽ അതൊരു തന്ത്രമാണ്, ഒരടവാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം അതൃപ്തി എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കലല്ലോ. ഒരു മിനിറ്റ് ഞങ്ങള് ആ വക കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ജോയിന്റ് ഡിസ്കഷന് ശേഷമേ വി ആർ സപ്പോസ് ടു സേ എനിത്തിങ്. എന്ത് പറയണെങ്കിലും അല്ല, അതെ കുറച്ച് ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഞാൻ പറഞ്ഞു
നാളെ ഞങ്ങൾ ഇരിക്കും സ്വാഭാവികമായിട്ട്. അതായത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ചർച്ചകൾ. അതായത് UDFന്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDFന്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷന്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോർട്ട് ടു സേ. ഒന്നും പറയാൻ പാടില്ല. അതാണ് ഇനിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ സൂത്രങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ സൂത്രങ്ങളാണ്, അതിൽ ഞങ്ങൾ വീഴുന്നില്ല. ഓക്കെ, നിങ്ങൾ വഴി എന്നാണ് പോവാ. ചർച്ചയ്ക്ക് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും പുറത്തേക്ക് വരികയാണ്. 5 മന്ത്രിസ്ഥാനം പ്ലസ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറ്റുള്ളതൊക്കെ സൂത്രങ്ങളാണ്, പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ അങ്ങയുടെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അതിലേക്ക് പോയത്. അങ്ങേക്ക് തുടരാം. ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ ശ്രീമതി മാധു ഇതിൽ ക്ഷമയുടെ പ്രശ്നമില്ല. എന്താ കാരണം എന്നറിയാമോ? ഇത് UDF 102 സീറ്റോടെ അധികാരത്തിൽ വരുമ്പോഴേ ഒരു 10 കക്ഷികൾ ഇപ്പോൾ അതിലുണ്ട്. 4 മാർക്സിസ്റ്റ് MLA ഉൾപ്പെടെ 4 മാർക്സിസ്റ്റ് MLA പിന്നെ നമ്മുടെ അൻവറും ഉൾപ്പെടെ ഒരു അസോസിയേറ്റ് മെമ്പറായ RMP ഉൾപ്പെടെ 10 പേരുണ്ട്, 10 സംഘടനകളുണ്ട്. അപ്പുറത്ത് LDF ഇതൊന്നൊരു പ്രശ്നമല്ല. കാരണം 11 ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 ഉള്ളൂ. അപ്പോൾ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം മാധു ഇപ്പോൾ ഈ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി വരുന്ന കാര്യം കാണിക്കണം, ജനങ്ങളെ കാണിക്കണം. കാരണം കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നതെന്ന് അറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അമർഷവും ഉണ്ട്, അത് രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്. പക്ഷേ അതൊക്കെ ഒരു താൽക്കാലികമായിരിക്കും, അത് നീണ്ടു നിൽക്കില്ല. രാഷ്ട്രീയത്തിൽ പ്രതിഷേധവും അതിർത്തിയും നീണ്ടു നിൽക്കാൻ പറ്റില്ല, കാരണം അത് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അതിർത്തിയൊക്കെ പരിഹരിക്കപ്പെടണം. സമരം ചെയ്താൽ സന്ധി ചെയ്യാൻ തയ്യാറാകും എല്ലാവരും. അതുകൊണ്ട് ഇവിടെ സന്ധ്യ ഉണ്ടാകും. ആ സന്ധ്യ ഉണ്ടാകുന്നതിന് സമയമെടുക്കും. നോക്കൂ ശ്രീമതി മാധു, കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരുപാട് വൈകലും ചർച്ചയൊക്കെ നമ്മൾ നടത്തിയല്ലോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ജനം മറന്നില്ലേ? ഇന്നലെ VD സതീശന് ആലുവയിലൊക്കെ ലഭിച്ച സ്വീകരണമൊക്കെ നമ്മൾ നോക്കൂ. അപ്പോൾ ടീം UDF എന്നുള്ള ഒരു അടിസ്ഥാന മുദ്രാവാക്യമുണ്ടല്ലോ. ഈ ടീം UDF എന്നുള്ളത് ഈ കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു അടിസ്ഥാനമായ ഒരു മുദ്രാവാക്യമാണ് ടീം UDF. അതിലെല്ലാവരും വീണു. കാരണം ആർക്കും അതിൽ നിന്ന് ഒട്ടി നിൽക്കുകയാണ്, ആർക്കും അതിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്തത്ര നിന്നു. ഒരു ടീം LDF അപ്പുറത്ത് ഇല്ലാതെ പോയതാണ് അവരുടെ ദുർഗതിക്ക് കാരണവും. അപ്പോൾ ടീം UDF എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം. നിങ്ങൾ നോക്കൂ, കുഞ്ഞാലിക്കുട്ടി എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. പഴയ കാലത്താണെങ്കിൽ എന്താ പറയുക, ലീഗിനെ ചെറുതാക്കി കാണാൻ അനുവദിക്കില്ല, ആ രീതിയിലൊക്കെയല്ലേ ഒരു സംസാരം വരിക. ഇപ്പോൾ എത്ര രസകരമായിരിക്കുന്നു. ഞാനൊരു ഈ സംഭാഷണത്തെ ഒരു രാഷ്ട്രീയ മനോഹാരിതയായിട്ട് കാണുകയാണ്. കാരണം ഒരു നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞ് വരുന്ന പോലെയുള്ളത്. കാരണം വിരിയുന്നത് വരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ വിരിയുമ്പോൾ ഉണ്ടാകുന്ന സൗരഭ്യവും നിറവും ഒക്കെ ഭയങ്കരമായിരിക്കും. വിരിഞ്ഞ് വരട്ടെ, മുള്ളിൽ നിന്നാണല്ലോ വിരിയുന്നത്. അപ്പം വിരിഞ്ഞ് വരട്ടെ, അതുവരെ ക്ഷമിക്കണം. പക്ഷെ അതിൽ വിഷയം എന്താ വെച്ചാൽ, നമുക്ക് ചാനൽ ആക്ടിവിസത്തിൻ്റെ കാലമല്ലേ ശ്രീമതി മാധു. അപ്പോൾ അതുകൊണ്ട് ചാനലുകൾക്ക് ഇതൊക്കെ എന്നും വാർത്തയാക്കാം. മാത്രമല്ല വാർത്തയാക്കണം. വാർത്തയാക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് സ്പീഡാവുള്ളൂ. കാരണം നിങ്ങളിത് UDF ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാകാനുള്ളൊരു വെമ്പലുണ്ടാവുള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ശ്രീ വസീഫിനോട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല, കാരണം ആ പാർട്ടിയുടെ ഘടന അങ്ങനെയാണ്. പക്ഷേ അവരുടെ ജില്ലാ കമ്മിറ്റികൾ കൂടുമ്പോൾ അത് നേതാക്കൾ ഉന്നയിക്കും. ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായല്ലോ, പിണറായി മാറണം, 75 എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നൊക്കെ വരുന്നില്ല. അതൊക്കെ നാളെ വരും. തോമസ് ഐസക്കിൻ്റെ മറുപടി കേട്ടില്ല, ഇതൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടില്ലേ? അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് നടക്കും. അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ, രാഷ്ട്രീയത്തിൽ അതും വിഷയമല്ല. കാരണം ഒരു ഭരണമുന്നണി മാറുകയും 23 വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 14-ാം തീയതി പ്രഖ്യാപിച്ചത് ചാനൽ ആക്ടിവിസം കൊണ്ടാണെങ്കിൽ അത് നല്ലതല്ലേ? UDF നല്ലതാ. കാരണം ലീഗിന്റെ MLA-മാരൊക്കെ പറഞ്ഞവർക്ക് കല്യാണ വീട്ടിൽ പോലും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിസം നല്ലതാണ് എന്ന് തോന്നുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ എ സജീവൻ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 10 ദിവസം നീണ്ട ഇപ്പോൾ പെരുന്നയിൽ നിന്നൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്താകും ഫലം, ഒരുപക്ഷെ തിരിച്ചടിയായിരിക്കും എന്ന് പറഞ്ഞു കേട്ട തരത്തിലുള്ള ഒരു മടുപ്പ് പൂർണ്ണമായും മാറി എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, പൂർണ്ണമായും മാറിയെങ്കിൽ ഇപ്പോഴും ഈ എതിർപ്പുണ്ടാവില്ലല്ലോ. രമേശ് ചെന്നിത്തല ഇപ്പോഴും വഴങ്ങിയിട്ടില്ല. അത് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞത്, ശിവകുമാറിനേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞത് വസന്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിന്റെയൊക്കെ കുറെ തിരിച്ചടികളും പരിക്കുകളും ഞങ്ങൾക്ക്
ഉണ്ടാവും. ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം തുറന്ന ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തിരിച്ചടികൾ കൂടി ഉണ്ടാവും എന്നുള്ള വസന്ത് പറഞ്ഞു. അതാണ് സത്യം. ഇവിടെ അപ്പോൾ തീർന്നുവെങ്കിൽ, അതായത് ഹൈക്കമാൻഡ് ഒരാളുടെ പേര് പ്രഖ്യാപിച്ചു, അതോടുകൂടിയിട്ട് എല്ലാം തീർന്നുവെങ്കിൽ പിന്നീട് ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴും നിൽക്കുന്നത് രമേശ് ചെന്നിത്തല വഴങ്ങിയിട്ടില്ല. അത് ശ്രീകുമാറും വസന്തും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. അവിടെ രമേശ് ചെന്നിത്തല വഴങ്ങിയിട്ടില്ല. ഇവിടെ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ അദ്ദേഹം കുറെ MLA-മാരെ, കുറെ പേർക്ക് മന്ത്രിസ്ഥാനം അദ്ദേഹം നേടിക്കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ തീരുമാനമായിട്ടുള്ള എണ്ണത്തിൽ നല്ലൊരു ശതമാനം അദ്ദേഹത്തിന്റെ ആളുകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീകുമാറും വസന്തൊന്നും സമ്മതിക്കുന്നത്, കോൺഗ്രസ്സുകാരെല്ലാവരും ഒറ്റക്കെട്ടാണെന്നൊക്കെ പറയും. നമുക്കറിയാമല്ലോ, ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. കെ.സി. വേണുഗോപാലിന് ഇവിടെ ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ തന്നെയാണ് കരുത്തൻ എന്ന് കാണിക്കാൻ വേണ്ടി എണ്ണത്തിൽ, നേരത്തെ മാധു തന്നെ ചോദിച്ച പോലെ 12 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി, ബാക്കി 11 വീതിച്ചെടുക്കുകയാണ് ഈ 2 പേര്. 8 പേര് എനിക്ക് വേണം, ബാക്കി എനിക്ക് വേണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒന്നും ബാക്കിയുള്ള ആളുകൾ വേറെ എന്നുള്ള 2 ഗ്രൂപ്പിന്റെ ആളുകൾ എന്ന രീതിയിലേക്ക് വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പരിക്ക് ഇപ്പോഴും നിൽക്കുന്നത്. അത് പരിഹരിക്കുമ്പോൾ പരിഹരിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം 102 സീറ്റ് കിട്ടിയിട്ടുള്ള ഒരു മുന്നണിക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് 5 വർഷം ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനം കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറെ കൂടി, ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഈ തർക്കങ്ങളൊന്നും പറയരുത്. കാരണം ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിൽ ഇത്തരം തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരാളെ മുഖ്യമന്ത്രിയാക്കി എടുക്കാം. അദ്ദേഹം പിന്നെ MLA-മാരിൽ നിന്ന് ഒരാളെയാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത്. അത് ആരെന്നുള്ള കാര്യം പറഞ്ഞാൽ പിന്നീട് കെർവിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയാണ് തന്റെ ക്യാബിനറ്റിൽ ആരെല്ലാം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീരുമാനം കൃത്യമായിട്ടും ഈ VD സതീശനെ എടുത്താൽ മതിയല്ലോ. പക്ഷേ ശ്രീ എസ് സജീവൻ, ഇപ്പൊ നോക്കൂ, IC ബാലകൃഷ്ണനും അൻവർ സാദത്തും രമേശ് ചെന്നിത്തലയുടെ പ്രശ്നവും പരിഭവവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ അല്ലാതെ തന്നെ രമേശ് ചെന്നിത്തല നോമിനേറ്റ് ചെയ്യാതെ തന്നെ ഏറ്റവും മുതിർന്ന MLA-മാരിൽ ഉൾപ്പെടുന്നവർ എന്ന നിലയ്ക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹരാണ്. പക്ഷെ അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട് വെട്ടി ഒതുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ അൻവർ സാദത്ത് നമുക്കറിയാം, IC ബാലകൃഷ്ണൻ നമുക്കറിയാം. ഇത്രയധികം തവണ MLA-മാരായിട്ടുള്ളവരാണ്, മുതിർന്ന MLA-മാരാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പരിഗണന സ്വാഭാവികമായും കിട്ടേണ്ടതാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പക്ഷേ പുറത്തു വന്ന പേരുകളിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല നോക്കൂ, അദ്ദേഹം കുറെ മാന്യനായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. കാരണം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് അദ്ദേഹം, മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേത് നേതാക്കന്മാരെക്കാളും യോഗ്യനായിട്ടുള്ള ആൾ തന്നെയാണ്, ഒരു സംശയമില്ല. അദ്ദേഹം 2021 തന്നെ പറഞ്ഞ അടുത്ത തവണ ഞാൻ ഈ പ്രധാനപ്പെട്ട തസ്തികയിലേക്കുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കുക. അതാണല്ലോ അദ്ദേഹം നേരിട്ട് രാഹുൽ ഗാന്ധിയോട് പറയുമ്പോൾ, എന്നോടിപ്പോ ഞാൻ പറയുമ്പോൾ വസന്തോ അല്ലെങ്കിൽ ശ്രീകുമാറോ നിങ്ങൾ കേട്ടോന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ല, നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ്. അപ്പോ അങ്ങനെ അദ്ദേഹം പരിഭവം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് തിരിച്ചു വന്നിട്ട് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? ആ യോഗത്തിൽ പങ്കെടുത്തില്ല, നേരെ ഗുരുവായൂരേക്കോ പിന്നെ അതിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി എന്ന് പറയുമ്പോൾ മുന്നിലൂടെ പോയതായിട്ട് നമ്മൾ ആരും കണ്ടില്ല. അദ്ദേഹം വീട്ടിൽ പുറത്തേക്ക് പോയെന്ന് പുറത്ത് പോയി എന്നാണല്ലോ അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞുള്ളത്. ഒരു ദിവസം ഖദർ പോലും ധരിച്ചില്ല എന്നതും അത്ഭുതത്തോടെ പലരും പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് പരിഭവമില്ല, അതൊക്കെ കാണിക്കുന്ന സത്യത്തിൽ ചിലപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ജനം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ ഈ മുന്നണിയെ അധികാരത്തിലെത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനുശേഷം ഇത്തരത്തിൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ തർക്കം ഉണ്ടാക്കുന്നു. അത് ജനത്തിന് പിന്നെ അത്ര ദഹിക്കില്ല. കോൺഗ്രസ്സുകാർക്കില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എതിർപ്പൊന്നുമില്ല. നേരത്തെ വസീഫ് പറഞ്ഞ പോലെ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതോ ആര് ആഭ്യന്തരം കൈകാര്യം ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. കാരണം ഇവര് 3 പേര് എനിക്ക് തുല്യരായിട്ടുള്ള സൗഹൃദമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരാരായാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള കാര്യം എന്ന് പറയുന്നത് ജനത്തിന്, സാധാരണ ജനത്തിന്, ഞങ്ങളിപ്പോ അതാണല്ലോ ഇപ്പൊ കോൺഗ്രസ്സുകാരെ പറയുന്നത്, ഈ LDF-ന്റെ ഭീകരമായ ഭരണത്തിൽ മരണം മടുത്തിട്ടാണല്ലോ ഈ ജനം ഞങ്ങൾ എത്രയധികം വോട്ട് നൽകിയിട്ട് പിന്നെ 102 സീറ്റോട് കൂടിയിട്ട്
ജയിപ്പിച്ചതെന്ന് പറയും. അതിനുശേഷം തർക്കമുണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ടീം UDF എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൊരു കാര്യം ടീം UDF ആയിട്ടല്ലോ പിന്നീട് നിൽക്കുന്നത്. Yes, ഈ okay. മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തേക്കുള്ള തർക്കത്തിലും ടീം UDF വളരെ എളുപ്പത്തിൽ തീരുമാനിക്കാവുന്നല്ലേ. ഞങ്ങൾ 5 മിനിറ്റോ 15 മിനിറ്റോ ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് Yes. രാത്രിയും പകലുമില്ലാത്ത തീരുന്നില്ല. ഡൽഹി ചർച്ചകൾ കണ്ട മനുഷ്യരുടെ മുന്നിലാണ് ഈ 15 മിനിറ്റിന്റെ കണക്ക് പറയുന്നത് എന്നതാണ് അത്ഭുതാവഹം. അടുക്കൽ വസന്ത് സേർക്ക് ഇപ്പോൾ കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് ഉണ്ട് എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. പക്ഷേ കെ മുരളീധരൻ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് അദ്ദേഹം. KC വേണുഗോപാൽ പറയുന്ന 8 പേരുടെ പട്ടികയിലോ രമേശ് ചെന്നിത്തല പറയുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന 3 പേരുടെ പട്ടികയിലോ ഇല്ല. ഈ 8ലും 3ലും കോംപ്രമൈസ് ചെയ്യാതെ കെ മുരളീധരന് മന്ത്രിസഭാ പ്രവേശനം സാധ്യവുമല്ല. ലീഗിന് 5 മന്ത്രിസ്ഥാനത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കൂട്ടിത്തീരുമോ? കേരളത്തിലെ പ്രധാനപ്പെട്ട 10 വാർത്താ മാധ്യമങ്ങളുണ്ട്. 10 എടുത്ത് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരിടത്ത് ചിലപ്പോൾ 2 പേരുകളൊക്കെ സമാനമായി വന്നാൽ പോലും ഏതാണ്ട് 40ഓളം മന്ത്രിമാരെ നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല. അങ്ങ് പറഞ്ഞില്ലേ നേരത്തെ 23 പേരെ വേണമെങ്കിൽ KC വേണുഗോപാൽ നോമിനേറ്റ് ചെയ്യാമെന്ന്. ആ നിലയ്ക്കുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങേക്ക് അത് മനസ്സിലാവും. ഞാൻ അങ്ങയോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് അത്രയും പ്രാപ്തരായവർ ഈ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ. അപ്പം 40ഓളം പേരെ 10 മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നിടത്ത് 40ഓളം ഓപ്ഷൻസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞൊരു പ്രയോഗമാണ് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളത്. അവസാനം കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പ്രതീതിയായിരുന്നു. നിങ്ങൾ ഈ നേതൃ ധാരാളിത്തത്തെ കുറിച്ചുള്ള അഭിമാനം കണക്കെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും വസന്ത്. മാധു, അങ്ങനെ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചത് ആരാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങൾ 102ലേക്ക് വളരുകയും മറ്റു ചിലർ 30-ന് താഴേക്ക് താഴുകയാണ് ചെയ്തത്. അത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ പ്രശ്നം ആദ്യത്തെ 10 ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്ന എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് തുടരും, ഇനി ഞാൻ ഇടപെടില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 102ലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് എത്തുകയില്ല. 5000-ൽ താഴെ വോട്ടിന് ജയിച്ചത് 3 MLA-മാർ മാത്രമാണ്. 5000-നും 10,000-നും ഇടയിൽ 12 പേർ, ബാക്കിയെല്ലാം 10,000-ന് മുകളിലാണ്. എന്നാൽ KN ബാലഗോപാൽ എന്ന് പറയുന്ന ഇവരുടെ പിണറായി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ പ്രതിപക്ഷ നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവ് പോലും 1000 വോട്ടിന് കടന്നുകൂടുകയാണ് ചെയ്തത്. അതായത് ആ 30കളിലേക്ക് എത്തിയവർ പോലും ഏന്തി വലിഞ്ഞ് ഉന്തിത്തള്ളിയാണ് അവിടെ എത്തിയത് എന്നത് മറക്കണ്ട. ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ CPM ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും നിർണായകമായ ഏറ്റവും ഗുരുതരമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. നോക്കൂ, T20 ഒരു ക്യാപ്റ്റൻ നയിക്കുന്നു, അത് തോറ്റമ്പി, ഒരു റൺസ് പോലും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരിക്കുന്ന അതേ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ ഇതിലും തോറ്റു. ലാസ്റ്റ് പിന്നീട് ലോകകപ്പ് നയിക്കാൻ പോകുമ്പോഴും ഇതേ ക്യാപ്റ്റൻ തന്നെ മതി എന്ന് പറയുന്നത് എന്ത് രീതിയാണ് എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ചാൽ മതി. അതിനെതിരായി ആ പാർട്ടിക്കുള്ളിൽ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഇന്നും ഇന്നലെയുമായി എതിരഭിപ്രായം പറയുന്നുണ്ട്. എന്തിനേറെ മുക്കിയും മുരളിയും സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ആ എതിരഭിപ്രായം വന്നു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CPI വളരെ കൃത്യമായി പറഞ്ഞു പിണറായി വിജയൻ്റെ ലീഡർഷിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം CPM-ന് ഈ സമയം വരെ മുമ്പോട്ട് വെക്കാനോ പറയാനോ പറ്റിയിട്ടുണ്ടോ? അതിനെ നയിച്ച ക്യാപ്റ്റൻ ഇന്ന കാരണത്താലാണ് ഞങ്ങൾ തോറ്റുപോയത്, ഞങ്ങളുടെ ടീം തോക്കാൻ കാരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനൊരു കാരണമുള്ളൂ, അത് ആ ക്യാപ്റ്റന്റെയും ആ ക്യാപ്റ്റൻ നയിച്ച മുന്നണിയുടെയും ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി മാറ്റമാണ് മാറ്റിയതുകൊണ്ടാണല്ലോ അവസാനം ഫൈനലിൽ വന്നപ്പോൾ 2 ക്യാപ്റ്റന്മാർക്ക് പകരം 3 ക്യാപ്റ്റന്മാരുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണെന്നേ. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തോറ്റുപോയ ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് നോർമലൈസ് ചെയ്യാ എന്ന് പറയുന്നതിൽ സ്വാഭാവികതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ CPM കഴിഞ്ഞ 5 വർഷക്കാലവും ഏത് വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോഴും തുടർഭരണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട് ആദ്യം മുതലേ ന്യായീകരണം തുടങ്ങുകയാണോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ മന്ത്രിസഭ ചർച്ച അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിസഭാ സ്ഥാനത്തേക്ക് ഒന്നിലേറെ പേർ കേപ്പബിൾ ആയിട്ടുള്ളവർ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നേതാക്കന്മാരുണ്ടാവും. അത് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും 2 പേരെ പരിഗണിക്കാതെ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാ കാലത്തും കോൺഗ്രസിന് അതർ ഓപ്ഷനുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ KSU ഫോർ എക്സാമ്പിൾ, KSUവിൻ്റെ ഒരു യൂണിറ്റ് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ പോലും ഞങ്ങൾ
ഞങ്ങൾക്ക് അവിടെ ഒന്നിലേറെ ഓപ്ഷനുകൾ ഉണ്ടാവും. കാരണം മിടുക്കന്മാരായവർ, പരിണതപ്രജ്ഞരായവർ, അവർ ഞങ്ങളുടെ ടീമിൽ ഒന്നിലേറെ പേർ അവിടെ ഉണ്ടാകും. അപ്പോൾ അവരെ പറ്റി ചർച്ച ചെയ്യേണ്ടത്, അവരെ പറ്റി സംസാരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തേണ്ടത് സമവായത്തിലൂടെയാണ് എന്നാണ് ഞാൻ സമവായത്തിലേക്ക് എത്താൻ. എന്താണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം? യൂത്ത് കോൺഗ്രസിന്റെ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ട് 4 വർഷം അതുമായി അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്ന് ഡിവൈഎഫ്ഐ പരാതി കൊടുത്തിട്ട് 4 വർഷം പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിസ്ഥാനത്ത് അമർന്നിരുന്നത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി? എന്താ കുറ്റപത്രം കൊടുക്കാത്തത്? ഞങ്ങളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലല്ലോ. അപ്പൊ അത് വെറും ആരോപണമായി മാത്രം ഇന്നും നിലനിൽക്കുന്നു. 4 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും എന്നത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് സമവായത്തിലേക്ക് എത്താൻ ചർച്ചകൾ ആവശ്യമാണ്. ആ ചർച്ചകൾക്ക് ടൈം അതിലേക്ക് പോണോ? അതിലേക്ക് പോവാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമവായത്തിലേക്ക് എത്താൻ ചർച്ചകൾ ആവശ്യമാണ്. ചർച്ചകൾക്ക് സമയവും ആവശ്യമാണ്. ആ സ്പേസിൽ ഞാൻ നേരത്തെ സജീവൻ സാറ് എന്നെ കോട്ട് ചെയ്യുകയും ചെയ്തു. ആ സ്പേസിൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാവും, ചില ഡാമേജസ് ഉണ്ടാവും. കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. അതിന് സ്പേസുമുണ്ട്. വെളിയിലൊക്കെ നേതാക്കന്മാരും അവരെ സ്നേഹിക്കുന്നവരും ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും, പറയും. അത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ സ്വയം ചിന്തിക്കേണ്ടതാണ്. അതിൽ നിയന്ത്രണം വേണമോ വേണ്ടയോ എന്നൊക്കെ ആ നേതാക്കന്മാർ സ്വയം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ആ സ്പേസിൻ്റെ ആ ഡാമേജ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഇത് ഈ 10 പേരാണ് മന്ത്രിമാർ, നിങ്ങളങ്ങ് അംഗീകരിച്ചോ എന്ന് പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. 4ാം തൂൺ, ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്ന നിലയ്ക്ക് മാധുവിനും റിപ്പോർട്ടറിനും ഉണ്ടാവേണ്ടത്. ശരി. അല്ല, ഈ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഈ പരിഭവം പറയുന്നത്, നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് പരാതി പറയുന്നത്. തൃപ്തിയായോ എന്ന് ചോദിക്കുമ്പോൾ ആയി എന്നോ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമോ എന്നോ പറയാതെ തിരിഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ്. അത് കണ്ട് അംഗീകരിക്കുകയാണ് ഈ 4ാം തൂണിന്റെ ദൗത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ശ്രീ വസന്ത് സുരേഖ്, ശ്രീ വി വസീഫ്, നിങ്ങളുടെ പരാതി അടക്കം കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ ഉണ്ടായിട്ട് ഒന്നും നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ സംഘടനാ രീതി ഈ നിലയ്ക്കു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഓരോ ഫോർമാറ്റിൽ തോറ്റിട്ടും പഠിക്കാതെ വീണ്ടും വീണ്ടും ക്യാപ്റ്റനെ നിശ്ചയിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 30കളിലേക്ക് ചുരുങ്ങിയിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വിമർശനം. ഇവിടെ ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരിയാണ്, വസ്തുതയാണ്, അതിൽ തർക്കമില്ല. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ജയിച്ചിരുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അന്ന് തോറ്റതാ ഇവർ, തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയവരാ ഇവർ. കേരളത്തിനൊരു പൊതുരീതിയുണ്ട്. 5 വർഷം കഴിഞ്ഞ് മറ്റൊരു മുന്നണിയാണ്, UDF ആണെങ്കിൽ LDF ആണ്, പിന്നെ LDF ആണെങ്കിൽ UDF ആണ്, അങ്ങനെയാണ് സാധാരണ വരാറ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ തോൽക്കാതെയാണ് ഞങ്ങളിവിടെ നിന്നത്. അത് സഖാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു അന്ന് ഈ മുന്നണിയെ നയിച്ചത്. ഞങ്ങളുടെ ലീഡറായി, ഞങ്ങളുടെ നേതാവായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് തോറ്റമ്പിയിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റി മാളത്തിൽ ഒളിച്ചവർ ഇപ്പോൾ വന്നിട്ട് എന്തൊരു അഹങ്കാരമാണ് പറയുന്നത്. ആ അഹങ്കാരമൊക്കെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. നമുക്ക് കാണാമെന്നേ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? ഇത് തന്നെയാണ്. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി അടിപിടി കൂടും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടി മാറും, മറ്റു മുന്നണിയിലേക്ക് പോകും, തമ്മിൽ തല്ലും, ആളെ കൊല്ലും. ഇതൊക്കെ ചെയ്തിട്ടില്ലേ ഇവിടെ? ഈ രാജ്യത്ത് നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ? അധികാരത്തിന് വേണ്ടിയാ, ആശയത്തിന് വേണ്ടിയല്ല. അധികാരത്തിന് വേണ്ടി അടിപിടി കൂടുന്നു, തമ്മിൽ തല്ലുന്നു, തെരുവിലിറങ്ങുന്നു, ആക്ഷേപിക്കുന്നു, തെറി വിളിക്കുന്നു. ഇതെല്ലാം ചെയ്തത് നിങ്ങളാണെന്നേ. ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ ഒരു മുദ്രാവാക്യം വിളിച്ചതിൻ്റെയോ ഒരു നിലപാട് പറഞ്ഞതിൻ്റെയോ അല്ല. വെറും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും തർക്കിക്കുന്നതും ഈ ജയിപ്പിച്ച ജനത്തെ പുച്ഛിക്കുന്നതും. എന്നിട്ടും ഞങ്ങളോടാണോ പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട്? നിങ്ങളുടെ മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെട്ടോ? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഒരക്ഷരം പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ നിങ്ങളുടെ നേതാക്കന്മാരുടെ ചിത്രത്തിന് മുമ്പിൽ പരസ്പരം കാർക്കിച്ച് തുപ്പുന്നത്? ഈ കേരളം കണ്ടതല്ലേ അത്? ഈ നാട്ടിലാകെ കണ്ടതല്ലേ? അവരെയൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാ? ഈ കേരളത്തിൽ ഉടനീളം വിവിധ പ്രകടനങ്ങൾ നടന്നില്ലേ? ഇനി അതൊക്കെ നടത്തിയത് CPM ആണ് എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. നിങ്ങളുടെ വക്താവായി വരുന്ന ആളാണല്ലോ പയങ്കുളം മധു. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഉണ്ടല്ലോ, കേട്ടില്ലേ നിങ്ങൾ? എത്ര ആളുടേത് വേണം?
ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും കമൻറ്റുകളായിട്ടും എത്ര വേണം? 100 കണക്കിന് വേണേ ഞാൻ ഇപ്പോൾ അയച്ചുതരാം. നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്വഭാവം പറഞ്ഞതിൽ ഒന്നെന്താ? KC വേണുഗോപാലിനെ ഡൽഹിയിൽ വേണം. ആർക്ക് വേണമെന്നാ? BJPക്ക്, RSSന്. ഇവിടെ അവർക്ക് നല്ലത് ഇദ്ദേഹമാണ്. എന്തൊക്കെ തരത്തിലാണ് വരുന്നത്? ഞങ്ങളാ ഇതൊക്കെ എഴുതി വിട്ടത്? ഞങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കുന്നില്ല. ഞങ്ങൾ നോക്കുന്നത് ഈ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനനുസരിച്ച് നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? അവിടെയാണ് ഞങ്ങൾ ഇടപെടാൻ പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോകുന്നത്. രാഷ്ട്രീയമായും സംഘടനാപരമായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുക. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ, അതിന് വിഘാതമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ രാഷ്ട്രീയമായോ അല്ലാതെയോ നിങ്ങളുടെ ഭരണത്തിലോ ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുക. ആ തരത്തിലാണ് വരിക. പിന്നെ നിങ്ങളുടെ ഈ ഒരു തമ്മിൽ തല്ല്, സംഘർഷം ഒരു ക്രമസമാധാന പ്രശ്നമായി വരുന്ന സമയത്ത്, റോട്ടിലിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അഭിപ്രായം പറയും. വല്ലാതെ വരുമ്പോൾ ഒരു പരിധിവരെ നമ്മളിതൊക്കെ സഹിക്കും. ജനാധിപത്യത്തിൻ്റെ, കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അതാണല്ലോ പുതിയ വാക്ക്, ജനാധിപത്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അത് നമ്മൾ അത്രയേ കാണുന്നുള്ളൂ. അല്ല, നിങ്ങൾ അതിനെയൊന്നും ഞങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങൾ എന്നിട്ട് പ്രഖ്യാപിക്ക്. അപ്പോൾ പറയുക, ഒരു സ്ഥാനത്തേക്ക് 2 പേരുണ്ടാകും, 2 സ്ഥാനത്തേക്ക് 4 പേരുണ്ടാകും. ഉണ്ടായിക്കോന്നേ, ആർക്കാ എതിർപ്പ്? നിങ്ങൾ ഒരു സ്ഥാനത്തേക്ക് 10ഓ 15ഓ എത്ര പേരും ഉണ്ടായിക്കോ. പിന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമായിരുന്നു അഭിപ്രായ വ്യത്യാസം ആണോ? അല്ല, AICCക്ക് പരാതി അടക്കം പോയിരുന്നു. AICCക്ക് പരാതി കൊടുക്കുകയും അതിൽ മാതൃക ഈ കാർഡ് നിർമ്മിച്ചതും അതിന്റെ വീഡിയോ അടക്കം പരാതി കൊടുക്കുകയും ചെയ്തു. ആ വീഡിയോ അടക്കം കിട്ടണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ അതവർ പുറത്തുവിടാൻ തയ്യാറല്ല. നിങ്ങളുടെ സർക്കാർ അന്വേഷിച്ചിട്ട് അതിൽ പരിഹാരം കാണാനും സാധിച്ചില്ല. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരള പോലീസിന് ആ അന്വേഷണത്തിലെ പരിമിതികളുണ്ട് എന്ന് പോലീസും ഞങ്ങളൊക്കെ പറഞ്ഞു. കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ചല്ലോ. നമുക്കറിയാലോ, അന്ന് BJP. കാരണം വോട്ടർ ID ആണ്. ഞങ്ങൾ കൊടുത്ത പരാതി കേന്ദ്ര ഏജൻസിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വോട്ടർ ID ആണ്. ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഈ നമ്മുടെയൊക്കെ ഇലക്ഷൻ ID കാർഡാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത്. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാ? ഇവർ തരുന്നതല്ലേ. കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും പരാതി ഉള്ളത് കൊണ്ടല്ലേ. അതറിയാത്തവരാ നിങ്ങൾ? നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിട്ടില്ലേ? ഈ കോഴിക്കോട് കൊടുത്തിട്ടുണ്ടല്ലോ, കോട്ടയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര സ്ഥലത്ത് കൊടുത്തു? അന്ന് എത്ര പേരുടെ പ്രതികരണമുണ്ടായി? നമ്മൾ കണ്ടതല്ലേ. ഈ മത്സരത്തിന് പങ്കെടുക്കാത്ത, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലില്ലാത്ത ആൾ പ്രസിഡൻ്റായി വരുന്നു പല സ്ഥലത്തും, ഇല്ലേ? നിങ്ങളുടെ നിയോജക മണ്ഡലം, ജില്ലയിലൊക്കെ എന്തൊക്കെ നടന്നേ. ഇതൊക്കെ കണ്ടു ഈ കേരളം. പിന്നെ അങ്ങനെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് പോയി. ഞാൻ ആ കാരണമൊന്നും പറയുന്നില്ല. പിന്നെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ നിങ്ങളെടുത്ത മാനദണ്ഡം? അന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ച പ്രസിഡന്റ് എന്താ പറഞ്ഞത്? വിലപിച്ചില്ലേ? ഇപ്പോൾ പരാതി ഉണ്ടാവില്ല. ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു മാനദണ്ഡം? എന്തായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാത്തത്? ഇതൊക്കെ ഈ കേരളത്തിൽ ജനങ്ങൾ, ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, നിങ്ങളെ നിരീക്ഷിക്കുന്ന, ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പൊ നിങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് പറയുന്ന. ശരി, അല്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് അധികം പോകേണ്ടതില്ല. ഞാനും അങ്ങനെയാണ് അത് അവസാനിപ്പിക്കുകയും ചെയ്ത്. ഒരൊറ്റ മിനിറ്റ്, എനിക്ക് മറ്റതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങൊന്ന് കൈ ചൂണ്ടുന്നത് ഞാൻ കണ്ടിരുന്നു. പറയൂ. ഒരു 10 സെക്കൻഡ് അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ ജനാധിപത്യ പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കും എന്നാണ്. കണ്ണേ കരളെ VSA, ജീവൻ വേണ ജീവൻ തരാം, ചോര വേണ നീര് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി പിന്നീട് VS അച്യുതാനന്ദൻ, അല്ല നിക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് അതേ VSനെ തെരഞ്ഞെടുപ്പിൽ നയിക്കുകയും പിന്നീട് പിണറായി വിജയൻ അങ്ങ് പറഞ്ഞപ്പോ കൈ ഉയർത്തി മുഴുവൻ കാര്യങ്ങളും ഇടപെട്ടില്ലല്ലോ. അപ്പൊ എന്റെ സമയത്ത് ഇടപെട്ട് നിങ്ങൾ മറുപടി പറയാണ്. അതിലൊരു വസ്തുതാവിരുദ്ധതയില്ലേ? അങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വസീഫ് പറഞ്ഞില്ലല്ലോ. അല്ലല്ല ഞങ്ങൾ ഇടപെടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ അത് തിരുത്തുന്നു. ഞങ്ങൾ അപ്പോൾ ഇടപെടും എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ.
ആയിക്കോട്ടെ, ഞങ്ങൾ അപ്പോൾ അല്ലല്ല, അഭിപ്രായം പറയും. അങ്ങയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാന്നുള്ള. ഓക്കെ ശ്രീ വസീഫ്, നിങ്ങൾ ഈ കണ്ണേ കേരള VS എന്ന് വിളിച്ചവരാരാം? അത്രയും വലിയ അതിനുശേഷം അതേ VS-നെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നയിച്ച് ലാസ്റ്റ് പിണറായി വിജയൻ വരികയും ആ പിണറായി വിജയനെ തീരുമാനിച്ചതിന് ശേഷം 4 ദിവസമാണ് സഖാവ് VS മാധ്യമങ്ങളെ കാണാത്തത്. റിപ്പോർട്ടറിന്റെ ആർക്കൈവ്സ് എടുത്ത് നോക്കിയാൽ കാണാം. അതിനുശേഷം സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ എത്തേണ്ടി വന്നു. അതിനുശേഷം എന്താ തീരുമാനിച്ചത്? നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കേരളക്കര ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന അധികാരത്തിന്റെ അപ്പകഷ്ണം, എൻ്റെ സ്നേഹിതൻ വസീഫ് പറഞ്ഞ ആ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിൽ ഏറ്റവും മുഴുത്ത പീസ്, ആ പീസ് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടി വന്നതും അങ്ങ് ഈ നേരത്തെ പുച്ഛഭാവത്തിൽ പറഞ്ഞ 2026 വി ഡി സതീശൻ സർക്കാരിന് കീഴിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാവില്ലേ? അധികാരത്തിന്റെ അപ്പകഷ്ണം തിങ്കളാഴ്ച പറയാം. അല്ല, അധികാരത്തിന്റെ അപ്പകഷ്ണമാണെന്ന് നിർബന്ധ ബുദ്ധിയും ബോധ്യവും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. പ്രത്യേകം ചുട്ടെടുത്ത് അദ്ദേഹത്തിന് കൊണ്ടുപോയി വിളമ്പിയ ശേഷമാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മാധുവിന് അത് ഓർമ്മയുണ്ടാവും. അത് വസീഫിന് മറവി സംഭവിച്ചില്ല. അത് അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കി പ്രത്യേകം ചുട്ടെടുത്തതുമാണെങ്കിൽ UDF ഉണ്ടാവില്ല എന്ന് വിചാരിക്കാമല്ലോ അല്ലെ? നമുക്കും തിങ്കളാഴ്ച കാണാം. ഉണ്ടാവില്ലെങ്കിൽ നല്ലത് കേട്ടോ, ഉണ്ടാവില്ലെങ്കിൽ നല്ലത്. ചില പറഞ്ഞു കേൾക്കലുള്ളത് കൊണ്ട് ചോദിച്ചതാ. അല്ല, ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, പറഞ്ഞു കേൾക്കലുകൾ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങയുടെ ബോധ്യത്തിൽ നിന്നാണ് ഞാനത് ചോദിച്ചത്. കാരണം അതൊരു അധികാരത്തിന്റെ അപ്പകഷ്ണമാണെങ്കിൽ ഞങ്ങളുടെ സർക്കാരിൽ അത് ഉണ്ടാകില്ല എന്ന് ഏറ്റവും വലിയ പ്രവർത്തകനും പറയാൻ കഴിയണം. 10 സെക്കൻഡ് ഞാൻ അതിന് ഉത്തരം പറയാം. ഈ 102 സീറ്റിന്റെ മാൻഡേറ്റ് ജനം UDF നൽകിയിരിക്കുന്നത് ശൈലി മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലല്ല, ശൈലി മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ശൈലി മാറ്റത്തിൽ അനാവശ്യമായ പദവികൾ, അനാവശ്യമായ അധികാര കേന്ദ്രങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് പിണറായി വിജയന് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പോകേണ്ടി വരുന്നത്. അത് UDF ആ ശൈലി മാറ്റം മുഖമുദ്രയാക്കിയെടുത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ശരി. അപ്പൊ നമുക്ക് ഉണ്ടാവില്ലെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച അതിനെപ്പറ്റി സംസാരിക്കുകയും. ശ്രീ N. ശ്രീകുമാർ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസിനൊരു രീതിയുണ്ട്. പക്ഷേ ആ രീതിയുള്ള കാലത്തെ അംഗീകരിച്ചിരുന്ന ഒരു കാലം 10 വർഷം മുൻപാണ്. ഇന്നും മിണ്ടിയാൽ അത് സമൂഹ മാധ്യമങ്ങളിലാകെ തീക്കാറ്റ് പോലെ പടരുന്ന കാലമാണ്. ആ കാലത്ത് കോൺഗ്രസിന്റെ രീതി വിജയകരമായി പര്യവസാനിക്കുമോ? നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ആ രീതിയുടെയൊക്കെ കാലം മാറ്റേണ്ട സമയമായി. അത് വേറെ വിഷയം. ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ VD സതീശന് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം എന്താ അറിയാമോ? അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് മാനേജർമാരുണ്ടെങ്കിലാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരിക. ഇതിപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വരാനുള്ള സാധ്യതയില്ല. കാരണം വർഷങ്ങളായിട്ട് VD സതീശന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നേതാക്കളുമായി ചർച്ച നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ശ്രീ VD സതീശൻ്റെ സ്വതന്ത്രമായ ഒരു കൈയുണ്ട് അദ്ദേഹത്തിന്. അത് വിലങ്ങിട്ട കൈയല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ശ്രീ വസീഫ് ശ്രീ സജീവൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ കാലിക വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് ഒരു വലിയ പരാജയം ഏറ്റെടുത്തുകൊണ്ടും വിമർശിക്കാനുള്ള പഴുതില്ലാത്തതുകൊണ്ടുമാണ്. ഇപ്പോൾ ശ്രീ വസീഫ് പറഞ്ഞു തുടർഭരണം ആദ്യമായി കിട്ടിയല്ല. 1970 ആദ്യത്തെ തുടർഭരണം അച്യുതമേനോന്റെ കോൺഗ്രസ് ഗവൺമെന്റ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായില്ല വേറെ 5 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും പിന്നീട് വരുന്ന ആദ്യത്തെ സർക്കാരാണ് കാര്യം. അല്ല, അച്യുതമേനോൻ ഗവൺമെന്റ് 5 വർഷം ഭരിക്കുകയും 2 വർഷം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. വീണ്ടും അത് അദ്ദേഹം തന്നെ തിരിച്ചു വന്നു. അത് സംശയമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രിയായത് തുടർഭരണത്തിന് മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ. അത് ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇന്നൊരു CPI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരു ശ്രീകുമാർ, അദ്ദേഹം CPIയുടെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അച്യുതമേനോനെ തമസ്കരിക്കാൻ CPM അല്ല പിണറായി വിജയൻ ശ്രമിച്ചു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി നാളെ അല്ലല്ല, ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞത് CPM എന്നല്ല പറഞ്ഞേ. CPM അല്ല പിണറായി വിജയൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് എടുത്തു പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അത് ചർച്ചയാക്കുന്നില്ല. പിന്നെ ശ്രീ സജീവൻ പറഞ്ഞ എന്താ, ഇതൊക്കെ ജനങ്ങൾ ഇതല്ല കാണുന്നത്.
ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങളിത് കാണുന്ന അറിയോ, രമേശിൻ്റെ ആളുകളുണ്ടോ, സതീശൻ്റെ ആളുകളുണ്ടോ, വേണുവിൻ്റെ ആളുകളുണ്ടോ, അതൊക്കെ ജനങ്ങൾ നോക്കും, ടി വിയിൽ നോക്കും, അതവർ കാണും. പക്ഷെ അവർ നോക്കുന്ന വേറെയല്ല, ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ്. അത് നിങ്ങൾ കാത്തിരിക്കുക അതുവരെ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു UDF ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ശ്രീമതി മധു ഒരു മാരത്തൺ ചർച്ച ഇങ്ങനെ നടക്കാറില്ല. ഒന്നുകിൽ കുറേ ദിവസം ലീഗുമായിട്ട് ചർച്ച, അല്ലെ കേരള കോൺഗ്രസുമായിട്ട് ചർച്ച, ആരുമായിട്ടൊക്കെ ചർച്ചയുണ്ടോ. പക്ഷേ ഇപ്പോൾ അതില്ല. എന്താ കാരണം എന്നറിയാമോ? ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു A ഗ്രൂപ്പും I ഗ്രൂപ്പും ആണെങ്കിലും അപ്പോൾ A ഗ്രൂപ്പിൻ്റെ നേതാവായ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻറ്റുകളോടെ ചർച്ച ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് I ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെ വേണ്ടി വരും. ഇവിടെ ഇപ്പോൾ VD സതീശന് മുമ്പിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് തുല്യരായ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്വയമായി തോന്നുന്ന കാര്യം, ഗ്രൂപ്പിന് അതീതമായി VD സതീശൻ വരട്ടെ എന്ന നിലപാടെടുത്ത് ആർക്കും പരിഗണന കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നു എന്നത് അതിലൊരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ VT ബൽറാമിന്റെ ഒന്നും പേര് എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. വളരെ കുറച്ച് സമയം ഇനിമേ നമുക്കുള്ളൂ. ശ്രേയസ് സജീവൻ, ശ്രീ N. ശ്രീകുമാർ പറയുകയായിരുന്നു VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാമെന്ന്. VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരുമോ, ഒപ്പമുള്ള മന്ത്രിമാരെല്ലാവരും മറ്റു പക്ഷക്കാരാണെങ്കിൽ? ഞാനിപ്പോ ഇതിൽ കാണുന്ന, ടിവിയിൽ കാണുന്ന സ്ക്രോളിംഗ്, അതിൽ KC വേണുഗോപാൽ പിടിമുറുക്കി എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുള്ള ഉത്തരം അതാണ്. KC വേണുഗോപാൽ മന്ത്രിസഭയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളാണ് മന്ത്രിസഭയിൽ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു മന്ത്രിസഭയിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ VD സതീശന് കഴിയുമെന്ന് ശ്രീകുമാർ ആഗ്രഹിക്കാം. പക്ഷെ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇവരെല്ലാവരും ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് അങ്ങനെയാണെങ്കിൽ എടുക്കാം. പിന്നെ ഇവരെല്ലാവരും ജൂനിയേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് അത് നടപ്പാവുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടുതൽ സങ്കീർണമാണ്. KC വേണുഗോപാൽ പിടിമുറുക്കി എന്നുള്ളത് കൊണ്ട് തന്നെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഒരു കാര്യം കൂടി പറയാം. ശ്രീകുമാർ ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞു, ഇത് സർക്കാരിന്റെ നടപടികളെ അല്ലെങ്കിൽ UDFന്റെ നടപടികളെ ജനങ്ങൾ അങ്ങനെ മോശമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ ശ്രീകുമാർ എന്നെ LDFന്റെ പക്ഷത്തേക്ക് ഒതുക്കാനാണ് ശ്രമിച്ചത്. അത് സന്തോഷം, നല്ല കാര്യം. പക്ഷേ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം UDFO അല്ല LDFO അല്ലെങ്കിൽ BJP ഒന്നും അല്ലല്ലോ. UDFിലെ ഘടകകക്ഷിയുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ശ്രീകുമാറിന് അറിയാവുന്നതാണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. നാട്ടുകാർക്കിടയിൽ നാണം കെടുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് അതൊന്നും ജനം കാണില്ല, കേൾക്കില്ല നമുക്ക് പറയാം. അത് നല്ല കാര്യം. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും ഇന്ന് വൈകുന്നേരം, നാളെ ഉച്ചയോടുകൂടി ലോക് ഭവനിലേക്ക് പട്ടികയുമായി പോകേണ്ടതുണ്ട്. പരിഹാരമാകും ഈ അർദ്ധരാത്രിയിലെങ്കിലും ചർച്ചയിൽ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. 7 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. മറ്റുള്ള ഇടങ്ങളിലേക്ക് ആരുടെ ബലാബലം വിജയിക്കും എന്നതിൽ രാഷ്ട്രീയ കൗതുകവുമുണ്ട്. Debate with Madhu Saji.